അങ്ങനെ അടുപ്പിച്ച് രണ്ടാമത്തെ വിജയമാണ് CSK ഇന്ന് നേടുന്നത്. ഇന്ന് വളരെ ഈസി ആയിട്ടാണ് ചെന്നൈ കളി ജയിച്ചത്. ഗുജറാത്ത് അവർക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ന് CSK ടീമിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശിവൻ ദുബെക്കാണ്. താരം ഇന്ന് മികച്ച ബാറ്റിംഗാണ് പുറത്തെടുത്തത്. ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ശിവൻ ദുബെക്കായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു ചെന്നൈ ടീമിനെ മറ്റു ടീമുകൾ ഭയക്കേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും CSK മികച്ചവരാണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ശിവൻ ദുബെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. ടീമിന് നല്ലൊരു ടാർഗറ്റ് നേടിക്കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം നന്നായി കളിച്ചു. എനിക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്നത് ധോണിയാണ്. എൻ്റെ ഇഷ്ടത്തിന് എന്നോട് കളിക്കാൻ ധോണി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടീമിന് നല്ലൊരു ടാർഗറ്റ് വേണം, അതുമാത്രമാണ് ധോണി എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് എന്നേക്കാൾ കൂടുതൽ അർഹനത് ധോണിയാണ്. അതുകൊണ്ട് ഞാനിത് ധോണിക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ക്യാപ്റ്റൻ ഋതുരാജും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ഈ ഒരു CSK ടീമിൽ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കളിക്കാനും സാധിക്കുന്നുണ്ട്. 2 മത്സരത്തിൽ ഞങ്ങൾ അടുപ്പിച്ച് ജയിച്ചു. ഇതേ പ്രകടനം ഞങ്ങൾ വരുന്ന മാച്ചിന് കാഴ്ചവെക്കുമെന്ന് ശിവൻ ദുബെ വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. അവർക്കിനി യാതൊന്നും പേടിക്കാനില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും CSK മികച്ചവരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. 2 മത്സരം അവർ അടുപ്പിച്ച് ജയിച്ചു. ഗുജറാത്ത് ഒരു എതിരാളി പോലുമല്ലായിരുന്നു CSK ടീമിനെ. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഋതുരാജ്, രവീന്ദ്ര, ശിവൻ ദുബെ ഈ 3 താരങ്ങളും അടിച്ചു കളിച്ചു. അതുകൊണ്ടാണ് 206 എന്ന കൂറ്റൻ ടാർഗറ്റ് CSK ടീമിന് ഇന്ന് ലഭിച്ചത്. ധോണി ഒരു ക്യാപ്റ്റന്റെ കടമ ഇന്ന് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ ക്രെഡിറ്റ് ധോണിയും അർഹിക്കുന്നുണ്ട്. ശിവൻ ദുബെ ഇങ്ങനെ അടിച്ചു കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. എന്തായാലും താരം ഇന്ന് മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.